എന്തായാലും ഡാൻസ് കളിക്കണ്ട, അതെ, ആരും കളിക്കേണ്ട വന്നില്ല. അണ്ണൻ ലാസ്റ്റ് നിമിഷം അബദ്ധങ്ങൾ. അതെ അതെ, 98-ാം മിനിറ്റിലൊരു ഓൺ ഗോൾ. അതെ, അങ്ങനെയാണ് അതുവരെ നല്ലോണമാണ്. അണ്ണൻ്റെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അണ്ണന് ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ജയിച്ചിരുന്നെങ്കിൽ ലീഗ് അങ്ങ് എടുക്കായിരുന്നു. പക്ഷെ ഇനിയും ഇനി അല്ല, ഞാൻ പറയാനാണെങ്കിൽ എന്തായാലും മാച്ച് അൽ നാസർ ഈ വട്ടം ലീഗ് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കാരണം അൽ ഹിലാൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ വാക്ക് മാറും. അവിടെ ഞാൻ പറഞ്ഞത് അൽ ഹിലാൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അൽ ഹിലാൽ ഓപ്പായിരുന്നു. അൽ ഹിലാൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അൽ ഹിലാൽ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അൽ നാസർ നെക്സ്റ്റ് മാച്ച് തോറ്റ് കഴിഞ്ഞാൽ അൽ ഹിലാൽ കപ്പ് എടുക്കും. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരുന്നുണ്ട്. അതെ, ഡിവിഷൻ 2 ഫൈനൽ വരുന്നുണ്ട്. സോ അതും ഒരു മേജർ ട്രോഫി തന്നെയാണ്. അതെ അതെ, ഗാംബാസാക്ക അതാണ് ജപ്പാനിലെ ടീം. അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ്. ജപ്പാൻ എന്താ പറയാലോ, ടോപ്പ് നോച്ച് ലീഗാണ് അതിപ്പോൾ. പക്ഷെ അവിടുത്തെ ലാസ്റ്റ് മാച്ച് അവർ തോറ്റതാണ് കുറച്ച് മത്സരം. ബട്ട് എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പം കയ്യിൽ നിന്ന് പോകാൻ സാധ്യത ഉണ്ടെങ്കിലും സൗദി പ്രോ ലീഗ് എന്തായാലും അൽ നാസർ അടിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ അൽ ഹിലാലിന് മാച്ച് ഉണ്ട് നിയോമായിട്ട് 16-ാം തീയതി തന്നെയാണ് മാച്ച് ഉണ്ട് നാളെ. അത് ലാ ലീഗ ഞങ്ങൾ എടുത്തു. അതിപ്പോൾ പറയണം, വീഡിയോ ആയിട്ട് അതിപ്പോൾ ഇനി പറയണം. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട്. ഇന്നലെ അലാവസായിട്ട് ബാസ് തോറ്റ്. അതെ, 1-0 100 പോയിന്റ് എന്നുള്ള സ്വപ്നം ഇതോടെ അവസാനിച്ചിരിക്കുന്നു. അതെ അതെ, 15ാമത്തെ സ്ഥാനത്താണ് ആൽവസ് ഉള്ളത്. അലവസ് ആണെങ്കിലും എന്തായാലും തോറ്റില്ലടാ. ഇന്ന് 20ാം സ്ഥാനത്തുള്ള ഒരു കളി ഉണ്ട്, കഴിഞ്ഞിട്ട് പോരെ. ഞങ്ങൾ എടുത്തതാണ്. ഇനിയിപ്പോൾ 100 പോയിന്റ് സമ്മർ വിൻഡോയിൽ പുതിയ പ്ലേയേഴ്സിനെ എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമേ മോറിന്യോ വരും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് റൂമറാണ്. സോ അത് നമുക്ക് കണ്ടറിയാം. പിന്നെ ഇന്നലെ കോപ്പ ഇറ്റാലിയ ഇന്റർ മിലാൻ അടിച്ചു. ഇന്റർ മിലാന്റെ 2ാമത്തെ കപ്പാണ് ഈ സീസൺ. സിരിയയും കോപ്പ ഇറ്റാലിയയും അങ്ങനെ ഇന്റർ മിലാൻ അടിച്ചു. PSG ഇന്നലെ ലീഗ് 1 ടൈറ്റിൽ. പിന്നെ AS ഇന്നലെ ജയിച്ചു, പോയിന്റ് ടേബിൾ ടൈറ്റായി. ഇന്റർ മിയാമി ഇന്നലെ 5 ഗോളിനാണ് ജയിച്ചത്. മെസ്സി 2 ഗോൾ ഇട്ടു. ഹാട്രിക് അടിക്കുമായിരുന്നു. ആ ഒരു ഗോൾ ഓൺ ഗോൾ ആയിട്ടാണ് നിലവിൽ സ്ഥിരീകരിച്ചത്. പക്ഷേ 4-3 ഒക്കെ പോസ്റ്റ് ഇട്ടത് അത് ഹാട്രിക് ആണെന്നാണ്. അതാണ് എന്ത് ചെയ്യാൻ, അത് ഹാട്രിക് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഗോളിയുടെ കയ്യിൽ നിന്ന് തട്ടി ബോൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ 2ാമതാണ് ഇന്റർ മിയാമി ലീഗിൽ 25 പോയിന്റോട് കൂടി. സൗദി പ്രോ ലീഗിൽ 1ാമതാണ് ഡിഫൻഡർക്ക്. എന്തായാലും അണ്ണൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ആർക്കും ഒന്ന് വിഷമിച്ചു പോയിട്ടുണ്ടാവും. കാരണം 98-ാം മിനിറ്റിൽ ഒരു ഓൺ ഗോൾ വന്നു. കരഞ്ഞിട്ടുണ്ടല്ലോ അണ്ണൻ, കരഞ്ഞങ്ങ് നിന്നു. പാവം, എനിക്ക് വിഷമമായി സത്യം. സോ ഇനി വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത്. വേൾഡ് കപ്പ് അറിയാലോ, കഴിഞ്ഞ വട്ടം ഞങ്ങളടിച്ച്. ഒരു തവണ പോലും വേൾഡ് കപ്പ് ഫൈനൽ കാണാത്ത പോർച്ചുഗലിന് ഈ തവണയെങ്കിലും വേൾഡ് കപ്പ് ക്വാർട്ടർ കാണട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്